ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. ശ്രീനാരായണ ഗുരു. ആരാണ് എക്സ്റേ കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ ആണ്. വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത്. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ. വർഷം ഏതാണ്? 1895 അപ്പോൾ 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹെയിം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്ത വർഷം 1453. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? കുളച്ചൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741. കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത്? ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിട്ടുള്ളത് 742 സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. 742. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയ പ്രദേശങ്ങൾ? മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാലോ ആരാണ്? ഹോൾട്ട് മക്കിൻസി ആണ്. ഹോൾട്ട് മക്കിൻസി ആണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ്. ഭവാനി പഥക്, മജ്നു ഷാ എന്നിവരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവൽ ഏതാണ്? ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച നോവലാണ് ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ബിർസ മുണ്ടയാണ്. നോവൽ ആരുടേതാണ്? മഹാശ്വേതാദേവിയുടേതാണ്. മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്ന്? മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1857 ഏപ്രിൽ 8 1857 ഏപ്രിൽ 8 മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ കൃതിയാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത് ദാദാബായ് നവറോജിയുടെ കൃതിയാണ്. ദാദാബായ് നവറോജി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാബായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ. മുക്തി മിഷൻ ആരംഭിച്ചത് ആരാണ്? രമാബായിയാണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് രമാബായി ആരംഭിച്ച പദ്ധതിയാണ് മുക്തി മിഷൻ എന്നത്. അടുത്ത ചോദ്യം, അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. 72 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഏത് വർഷമാണ്? സർ സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം
1897 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ആരാണ്? സർ സി ശങ്കരൻ നായർ. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങളാണ് ശുക്രൻ, യുറാനസ് എന്നിവ. ശുക്രൻ, യുറാനസ് എന്നീ ഗ്രഹങ്ങളുടെ ഭ്രമണദിശ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടാണ്. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? ഭൂമിയുടെ പരിക്രമണ വേഗത ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ ആണ്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 കിലോമീറ്റർ ആണ് ഭൂമിയുടെ പരിക്രമണ വേഗത. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം എത്രയാണ്? സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം 27 ദിവസങ്ങളാണ്. 27 ദിവസങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ ശൈത്യകാലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ എന്നത്. എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിൽ ശൈത്യകാലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ധ്രുവദീപ്തി അല്ലെങ്കിൽ അറോറ എന്നത്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഉത്തര ധ്രുവ ഭാഗങ്ങളില് അറോറ ബോറിയാലിസ് എന്നാണ്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരാണ് അറോറ ബോറിയാലിസ്. ഇനി ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ ധ്രുവദീപ്തിക്ക് നൽകിയിരിക്കുന്ന പേരെന്താണ്? ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ അറോറ ഓസ്ട്രാലിസ് എന്നാണ്. അറോറ ഓസ്ട്രാലിസ്. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃകയിൽ ഉൾപ്പെടുത്തിയ വർഷം 2010 ആണ്. 2010. ജന്തർ മന്ദിർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂരിലാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് 2010 ആണ്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ എത്ര സമയ മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്? ലോകത്തെ എത്ര ടൈം സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 24. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ജീവകം ഡി കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്നത് ഏത് ജീവകത്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ എന്നത്. നാവ് വീങ്ങുകയും നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഇത് ഏത് വിറ്റാമിന്റെ കുറവ് കാരണമാണ് ഉണ്ടാകുന്നത്? ഗ്ലോസിറ്റീസ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമാണ്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഗ്ലോസിറ്റീസിന്റെ? നാവ് വീങ്ങുന്നു, അതുപോലെ നാവിലെ തൊലി ഇളകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോസിറ്റീസ് എന്നത്. ഇത് വിറ്റാമിൻ ബിയുടെ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്ന്? ഇന്ത്യയിൽ ഭരണഘടനാ ദിനം നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഇത് ഏത് വർഷമാണ് നിലവിൽ വന്നത്? എന്താണ്? വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 86ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 2002 അപ്പോൾ വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതിയാണ്. നിലവിൽ വന്നത് 2002 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് കുട്ടികളെ കൊണ്ടുള്ള അപകടകരമായ ജോലി നിരോധിക്കുന്നത്? അനുച്ഛേദം 24 അനുച്ഛേദം 24. നാം ആജ്ഞാപിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണ്? നാം ആജ്ഞാപിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് മാൻറ്റമസ് ആണ്. മാൻറ്റമസ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് അനുച്ഛേദമായിട്ടാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമാക്കിയ അനുച്ഛേദം എന്ന് പറയുന്നത് 51A ആണ്. 51A. തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് തൃശ്ശൂരിലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഘോര, ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആരാണ്? കൃതികൾ ഏതൊക്കെയാണ്? ഘോര, അതുപോലെ ഗീതാഞ്ജലി എന്നീ ബംഗാളി കൃതികൾ രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചണ്ടക്കാരൻ
നന്ദലാൽ ബോസിൻ്റെതാണ്. നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ എന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം 1721 1721. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം? പഴശ്ശിരാജ 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്. 1805 നവംബർ 30. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ? മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ലോഗൻ കമ്മീഷനാണ്. ലോഗൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ വർഷം? കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത് 1859 1859. പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ ആര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? വൈക്കം സത്യാഗ്രഹം 1924 1924. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 1936 നവംബർ 12. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത? എവിടെയാണ്? മലബാറിൽ AV കുട്ടിമാളു അമ്മയാണ്. AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരെയെന്ന് ചോദിച്ചാലോ? തിരുവിതാംകൂറിലെ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രി. മലബാറിൽ AV കുട്ടിമാളു അമ്മ, തിരുവിതാംകൂറിലെ അക്കാമ ചെറിയാനും ആനി മസ്ക്രിനുമാണ് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലായിരുന്നത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നത്? 63%. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാം? സാന്താൾ കലാപം സിദ്ധു കാനു എന്നിവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപം നടന്ന വർഷം 1812 1812 കുറിച്യ കലാപം നടന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. എവിടെയാണ്? ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയവർ ആരെല്ലാം? കാൺപൂരില് നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബ് താത്തിയ തോപ്പി. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക നേതാവ്? ദളിത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നഞ്ചിയമ്മയ്ക്കാണ്. നഞ്ചിയമ്മയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 2020. ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സരം ഏതാണ്? പാരാലിമ്പിക്സ് ആണ്. പാരാലിമ്പിക്സ്. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏത്? ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 14 അനുച്ഛേദം 14. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് ഭരണഘടന അനുശാസിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 15 അനുച്ഛേദം 15. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എപ്പിഗ്രാഫി എന്നാണ്. ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല? കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നതോ? ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. പുനലൂർ തൂക്കുപാലം കൊല്ലം ജില്ല. വാഗൻ ട്രാജഡി സമരം സ്ഥിതി ചെയ്യുന്ന
വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ജില്ല? സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സിനഗോഗ് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ്. ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആര്? ഹിതകാരണി സമാജം വീരേശലിംഗമാണ്. വീരേശലിംഗം. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആര്? കേസരി, മറാത്ത. ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലക്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത്? ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാക്കും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാക്കുമെന്നത് രാജാറാം മോഹൻ റോയുടെ വാക്കുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല DK കാർവെയാണ്. മഹാരാഷ്ട്രയില് 1916 DK കാർവെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി 1937. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ്? മാഡം ബിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിലാണ് മാഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. നന്ദലാൽ ബോസ്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ 284 ആണ്. സ്വത്തവകാശം നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് മൗലികാവകാശങ്ങളിൽ അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാക്കി മാറ്റിയത്. ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത്? ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം? കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യങ്കാവ് ചുരം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ്? വേട്ടക്കാരൻ ഓറിയോൺ ആണ്. ഓറിയോൺ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത് ആര്? രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. മുദ്രാരാക്ഷസം ആരുടെ കൃതിയാണ്? മുദ്രാരാക്ഷസം വിശാഖദത്തൻ. വിശാഖദത്തന്റെ കൃതിയാണ് മുദ്രാരാക്ഷസം. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? അന്തർദേശീയ കടുവാ ദിനം ജൂലൈ 29 ജൂലൈ 29. ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് തെളിയിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വരയ്യർ ആണ്. ഉള്ളൂർ S പരമേശ്വരയ്യർ. റെസിസ്റ്റൻസ് അളക്കുന്ന യൂണിറ്റ്? റെസിസ്റ്റൻസ് ഓം ആണ്. ഓം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണ ബലമാണ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഏതാണ്? ഘർഷണ ബലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ബക്രാനങ്കലാണ് ഏറ്റവും വലുത്. ബക്രാനങ്കൽ. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ്? ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടീരിയം ആണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? തെന്മലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം? രണ്ടാം ബർദോളി പയ്യന്നൂരാണ്. പയ്യന്നൂർ.
മീനമാത രോഗം ഉണ്ടാകുന്നത് അന്തരീക്ഷത്തിലെ ഏത് ലോഹത്തിന്റെ മലിനീകരണം മൂലമാണ്? മീനമാത രോഗം മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. മെർക്കുറി. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ടെക്സ്ട്രോകാർഡിയ. ടെക്സ്ട്രോകാർഡിയ എന്താണ്? ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം എന്താണ്? വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണരൂപം? നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? ആദ്യത്തേത് ജസ്റ്റിസ് പരീതു പിള്ള. ശാസ്ത്രീയമായ മത്സ്യകൃഷി? ശാസ്ത്രീയമായ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ്. അവസാനത്തെ ചോദ്യം, ആരെഴുതിയ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം? കമല സുരയ്യ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.